മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ASAP. നമ്മളിന്ന് നോക്കുന്നത് മാത്സിലെ അഡ്വാൻസ് ടോപ്പിക് ആയിട്ടുള്ള ജോമെട്രിയിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. നോക്കട്ടെ, ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇൻ ദ ഗിവൺ ഫിഗർ ബിലോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് W? നമുക്ക് തന്നേക്കുന്ന ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഫിഗർ തന്നേക്കുന്നത്. അതിനകത്ത് W എന്ന് പറയുന്ന ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് നോക്കടാ. ഇവിടെ ആംഗിൾ D എന്ന് പറയുന്നത് 90 ആണ്, ഇത് 50 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയാവും? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ സം ചെയ്താൽ എത്ര വരണം? 180 കിട്ടണം. ഇത് രണ്ടും സം ചെയ്താൽ എത്ര വരും? 140. അങ്ങനെയെങ്കിൽ ഇത് എത്ര വരും? 40. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ്? അവ തമ്മിൽ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞാൽ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് പറഞ്ഞാൽ അവ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇത് 40 എങ്കിൽ ഇത് എത്ര വരും? ഇതും 40 വരും. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ഈ ഒരു ട്രയാങ്കിൾ ഇതാ ABO, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് 30 ആണ്, ഇത് 40 ആണ്. അപ്പോൾ എത്ര വരും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 70. നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ 70 ആണെങ്കിൽ ഇത് എത്ര വരും? 110. അപ്പോൾ W എന്ന് പറയുന്ന ആംഗിൾ എത്ര വരും? 110. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ B. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ഗിവൺ ഫിഗർ x=, എക്സിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം. ഈ ഒരു ഫിഗറിനകത്ത് ഇത് ബീറ്റ എന്ന് പറയുന്ന ആംഗിളാണ്, ഇത് ആൽഫയാണ്, ഇത് ഗാമയാണ്. അപ്പോൾ എക്സ് എത്രയാണ്? നോക്ക്, ഞാനിവിടെ ഈ ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണേ. നീട്ടി വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് ഇവിടെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ. ഞാൻ ജസ്റ്റ് ഇവിടെ D എന്ന് കൊടുക്കുക. ട്രയാങ്കിൾ ODB എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഇനി നോക്ക്, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലെ എക്സ്റ്റേണൽ ആംഗിളാണ് അല്ലേ? ഈ ഒരു പോയിന്റിലെ എക്സ്റ്റേണൽ ആംഗിളാണ്. നമുക്കറിയാം, ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ABC. C എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു എക്സ്റ്റേണൽ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആംഗിൾ A എന്ന് പറയുന്നത് 1 ആണ്, ആംഗിൾ B എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ C എന്ന് പറയുന്നത് 1 + 2. ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മാണ് സിയിൽ വരുന്ന എക്സ്റ്റേണൽ ആംഗിളിൻ്റെ വാല്യൂ അല്ലേ? ഓക്കെ അല്ലേ? ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആണ്. അങ്ങനെയെങ്കിൽ ഈ വാല്യൂ എത്ര വരും? ഇവിടെ ആൽഫ, ഇവിടെ ബീറ്റ. ഇത് എത്ര വരും? ആൽഫ + ബീറ്റ. അപ്പോൾ ആംഗിൾ ഇവിടെ ഫോം ചെയ്തേക്കുന്ന ആംഗിളിൻ്റെ വാല്യൂ ആൽഫ + ബീറ്റ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എടുക്കേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഞാൻ ഈ കളറൊന്ന് മാറ്റിയിട്ട് വരക്കാം. ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. നോക്ക്, CAD നമുക്ക് ഫോം ചെയ്തേക്കുന്ന ട്രയാങ്കിളാണ് CAD. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഈ ആംഗിൾ അഥവാ എക്സ് എന്ന് പറയുന്നത് C എന്ന് പറയുന്ന പോയിന്റിൽ, C എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്ത് കിട്ടും? ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ്. x എന്ത് എഴുതാൻ പറ്റും? ആൽഫ + ബീറ്റ + ഗാമ. ഓക്കെ അല്ലേ? എക്സിൻ്റെ വാല്യൂ എന്താണ്? ആൽഫ + ബീറ്റ + ഗാമ. ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആൽഫ + ബീറ്റ + ഗാമ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ C. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ ഫിഗർ ബിലോ ഇഫ് S < 50 < t, ദെൻ നമുക്കൊരു കണ്ടീഷനാണ് തന്നേക്കുന്നത്. ഫിഗർ തന്നിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് A എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്, പിന്നെ B എന്ന് പറയുന്ന S എന്ന് പറയുന്നത്, C എന്ന് പറയുന്ന T എന്ന് പറയുന്ന 3 ആംഗിൾസ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ തന്നേക്കുന്ന കണ്ടീഷൻസ്, എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50-നേക്കാൾ ചെറുതാണ്, എന്നാലോ T എന്ന് പറയുന്നത് 50-നേക്കാൾ വലുതാണ് അല്ലേ? എസ് എന്ന് പറയുന്നത് 50-നേക്കാൾ ചെറുതും T എന്ന് പറയുന്നത് 50-നേക്കാൾ വലുതും. ഇങ്ങനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് മാച്ച് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയുന്ന ഒരു കാര്യം,
ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിൻ്റെ സം എപ്പോഴും എത്ര വരിക? 180 ഡിഗ്രിയാണ് വരിക. അപ്പോൾ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് വെച്ചാൽ എത്ര വരിക? 180 ഡിഗ്രിയാണ് വരിക. ഓക്കെ അല്ലേ? ഇനി കളറൊന്ന് മാറ്റുന്നേ. ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാ? 50. ആംഗിൾ ബിക്ക് പകരം എന്ത് എഴുതാം? എസ് എഴുതാം. ആംഗിൾ സിക്ക് പകരം എന്ത് എഴുതാം? ടി എഴുതാം. ഇതാണ് 180. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ എസ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? നോക്ക്, ഈ 50 അങ്ങോട്ട് പോകുമ്പോൾ 130. ഈ 2 ആംഗിൾസ് കൂടെ സം ചെയ്താൽ എത്ര വരണം? 130 വരണം. ഇനി ഓപ്ഷൻസ് നോക്ക്. ഇവിടെ ഇതാ എസ് പ്ലസ് ടി ലെസ് ദാൻ 130. അത് ഒഴിവാക്കിക്കൂടെ? കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരിക? 130 വരിക. ഒരിക്കലും 130നേക്കാൾ എന്ത് വരില്ല? കുറവ് വരില്ല. ഇനി നോക്ക്, ഇവിടെ പറഞ്ഞേക്കുന്നത് എസ് എന്ന് പറയുന്നത് 50നേക്കാൾ ചെറുതാണ്. ഇവിടെ 50നേക്കാൾ എസ് ചെറുതാണ്. അങ്ങനെ ടീൻ്റെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത്. എസ് 50നേക്കാൾ ചെറുതാണെങ്കിൽ എസിൻ്റെ വാല്യൂ എത്രയാവാം? 50 ആവാൻ പറ്റുമോ? 50 പറ്റില്ല. 49 ആയിക്കൂടെ? 49 ആവാം, 48 ആവാം, 47 ആവാം, ഒക്കെ ആവാം. 50 ആവാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പം എസിൻ്റെ വാല്യൂ 49 ആണെന്ന് വിചാരിച്ചോ. ജസ്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കുക. ടീൻ്റെ വാല്യൂ എത്രയാ? ടീൻ്റെ വാല്യൂ എത്ര വരും? 81. ഓക്കെ ആണോ? എസിൻ്റെ വാല്യൂ 49 ആവുകയാണെങ്കിൽ 50 ആവാൻ പറ്റില്ല. 49 ആവുകയാണെങ്കിൽ ടീൻ്റെ വാല്യൂ എന്താവും? 81. മിനിമം എത്ര വരും? 81 ആണ് ടീൻ്റെ വാല്യൂ. അതിനർത്ഥം ടീൻ്റെ വാല്യൂ എപ്പോഴും എന്തിനേക്കാൾ കൂടുതലാണ്? 80നേക്കാൾ കൂടുതലാണ്. ഓക്കെ ആണോ? ടീൻ്റെ വാല്യൂ എപ്പോഴും 80നേക്കാൾ കൂടുതലാണ്. ഏറ്റവും മിനിമം വാല്യൂ ടീക്ക് എത്രയാവാൻ പറ്റുക? 81 ആണ്. എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നതിന് 50നേക്കാൾ കുറവാണെങ്കിൽ എസിനാവുന്ന മാക്സിമം വാല്യൂ 49. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻ എയും സിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കടാ, ഇവിടെ പറയുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടി ലെസ് ദാൻ 80. ടിയുടെ വാല്യൂ 80നേക്കാൾ ചെറുത്. ടീൻ്റെ വാല്യൂ 80നേക്കാൾ ചെറുതാവാൻ പറ്റുമോ? കാരണം ടിക്ക് മിനിമം വാല്യൂ എത്രയെന്നാണ് പറഞ്ഞത്? 81. അപ്പോൾ ഇതാവാൻ പറ്റുമോ? ഇതാവാൻ പറ്റൂല. ഓക്കെ അല്ലേ? ഞാൻ ഈ ആൻസർ പറഞ്ഞിട്ടും ഇത് ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് കൺഫ്യൂഷൻ വരരുത് വിചാരിച്ചിട്ടാണ്. ഇനി സി ഓപ്ഷൻ 50 ലെസ് ദാൻ ടി ലെസ് ദാൻ 80. ടീൻ്റെ വാല്യൂ 50നേക്കാൾ വലുത് ആയിക്കോട്ടെ, 50നേക്കാൾ വലുതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ടീൻ്റെ വാല്യൂ 80നേക്കാൾ ചെറുത്, അതാവാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ സം ഓഫ് 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 80 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 20. ദെൻ ദ സ്മോളസ്റ്റ് ആംഗിൾ. നമ്മളോട് പറഞ്ഞേക്കുന്നത് 2 കണ്ടീഷൻസാണ്. 2 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 80 ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിനകത്ത് 3 ആംഗിൾസ് ഉണ്ടാവും. 2 ആംഗിൾസ് ഇപ്പോൾ ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 80 ആണ്. ഇനി അടുത്ത അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20. എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ എത്രയാണ്? 20 ആണ്. ജസ്റ്റ് ഈക്വേഷൻ സോൾവ് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന 2x ഈക്വൽ ടു എത്ര വരും? 100. എക്സ് ഈക്വൽ ടു 50. നോക്ക്, എക്സിൻ്റെ വാല്യൂ 50. അടുത്തത് നോക്ക്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 80 കിട്ടണം. അപ്പോൾ അടുത്തത് എത്രയാണ്? 30. കറക്റ്റ് തന്നെയല്ലേ? നോക്ക്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് 20 കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എത്ര വരും? 30 വരും. 3ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരണം? 180 വരണം. നോക്ക്, 50, 30, 80. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ എത്ര വരും? 100. ഇനി ഇതിനകത്ത് നമ്മളോട് ചോദിച്ചാൽ ദെൻ ദ സ്മോളസ്റ്റ് ആംഗിൾ, ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാ? 30. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്ക്. ഇൻ ദ ഗിവൺ ഡയഗ്രാം ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇ ഡി സി സർമൗണ്ട്സ് സ്ക്വയർ എ ബി സി ഡി. എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒരു സ്ക്വയറിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻ ആംഗിൾ ബി ഇ ഡി റെപ്രസെൻറ്റഡ് ബൈ എക്സ് വേർ ആംഗിൾ ഇ ബി സി ഈക്വൽ ടു എ ഡിഗ്രി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനകത്തേക്ക് പോവാം. ഈ എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൻ്റെ മേലെ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? 3 സൈഡും ഈക്വലാണ്. അതായത് ഇത് എ ആണെങ്കിൽ, ഇതിപ്പോൾ സ്ക്വയർ ആണ്, സ്ക്വയറിൻ്റെ 4 സൈഡും ഈക്വലാണ്. ഇത് എ ആണ്, ഇത് എ ആണ്. നോക്കടാ, ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എന്താണ്? എ ആണ്.
ഓക്കെ അല്ലേ? ഈ നമ്മോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എ ഡിഗ്രി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എത്രയാണ് പറഞ്ഞേക്കുന്നത്? എ ഡിഗ്രി ആണ്. നമ്മളിപ്പോൾ സൈഡ് എ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ആംഗിൾ എ ഡിഗ്രി ആണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ബി ഇ ഡി എന്ന് വെച്ചാൽ ഏതാ വരിക? ബി ഇ ഡി ഈ ഒരു ആംഗിൾ എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നോക്കടാ, ഇതൊരു സ്ക്വയർ ആകുമ്പോൾ ഇത് എത്ര വരിക? 90 ഡിഗ്രി. ഇതെല്ലാതും എത്ര വരിക? 90 ഡിഗ്രിയാണ് വരിക. ഇനി ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതെത്ര വരും? 60. അപ്പോൾ ഇതും 60, ഇവിടെ എത്ര വരും? 60 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ടോട്ടൽ എത്ര വരിക? 90 ഡിഗ്രി അല്ലേ? ഇതൊരു സ്ക്വയറിൻ്റെ ആംഗിളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് സ്ക്വയർ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? 90. ഇവിടെ എത്ര വരും? 60. ഇനി ശ്രദ്ധിക്കേണ്ട, ഈ ഒരു സൈഡ് എന്ന് പറയുന്നതും ഈ ഒരു സൈഡ് എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ഈ ഒരു സൈഡും ഈ ഒരു സൈഡും എന്താണ്? ഈക്വൽ ആണ്. അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഈ ഒരു വലിയ ട്രയാങ്കിൾ കേട്ടോ. ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്താണ്? ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്? സെയിം ആണ്. ഓക്കെ അല്ലേ? നോക്ക്, രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഇവിടെ ആകെ എത്ര വന്നു? ഈ 90 60 എത്ര വന്നു? 150 ഇവിടെ വന്നു. 60 90 ഇവിടെ എത്ര വന്നു? 150. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ ഒരു ട്രയാങ്കിൾ മൂന്ന് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എത്ര വരണം? 180 വരണം. അങ്ങനെയെങ്കിൽ ഇതെത്ര വരും? ഇവിടെ 150 വന്നു, ബാക്കി 30, അത് ഈക്വൽ ആയിട്ട് കൊടുക്കണം. ഇത് 15, ഇത് 15. ഓക്കെ ആണോ? നമുക്കറിയാം നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിനകത്ത് ഇത് മുഴുവനായിട്ട് എത്ര വരിക? 60 ആണ്. അപ്പോൾ ഇത് 15 എങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്ര വരും? 45 ഡിഗ്രി. എത്ര വരും? 45 ഡിഗ്രി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇൻ ദ ഗിവൺ ഫിഗർ ഇഫ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ആംഗിൾ എ ഈക്വൽ ടു 30 ഡിഗ്രി ദെൻ ആംഗിൾ എ സി ഡി എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, ഇത് 90 ഡിഗ്രി. നമുക്കറിയാം ആംഗിൾ എ സി ഡി, ഇത് സിയുടെ എക്സ്റ്റേണൽ ആംഗിൾ ആണ്. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 30 + 90 എത്ര വരും? 120 ഡിഗ്രി. ഓപ്ഷനകത്ത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതാ വരിക? നൺ ഓഫ് ദീസ്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഈസ്. എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം. നോക്കടാ, ഇവിടെ തന്നേക്കുന്നത് ഇത് 80 ആണ്. നമുക്കറിയാം ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തേക്കുന്നത് അതിൻ്റെ ഒപ്പോസിറ്റ് ആംഗിൾ, വെർട്ടിക്കലി ഒപ്പോസിറ്റ് ആംഗിളാണ്. വെർട്ടിക്കലി ഒപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എന്താണ്? ഈക്വൽ ആണ്. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര വരിക? 80 ആണ്. അപ്പോൾ ഇതെത്ര വരും? വൈയുടെ വാല്യൂ എത്ര വരും? 80. നോക്ക്, ഇതൊരു ട്രയാങ്കിളാണ്. ഈ ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളിന് സം എത്ര വരിക? 180. അപ്പോൾ ഇത് 80 50 130. അങ്ങനെയെങ്കിൽ ഇത് എത്ര വരും? 50. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 50, വൈയുടെ വാല്യൂ 80. ഓപ്ഷൻ സി, എക്സ് 50 വരും, വൈ എന്ന് പറയുന്നത് 80 ഡിഗ്രി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ട്രയാങ്കിൾ എ ബി സി സൈഡ് ബി സി ഈസ് പ്രൊഡ്യൂസ് ടു ഡി. ആംഗിൾ എ സി ഡി ഈക്വൽ ടു 100 ഡിഗ്രി. ഇഫ് ബി സി ഈക്വൽ ടു എ സി ഫൈൻ ആംഗിൾ എ ബി സി. നമ്മുടെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എ ബി സി. ഇനി നമ്മൾ ബി സി പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ബി സി ഇങ്ങോട്ട് എന്താ പറയുന്നത്, നീട്ടി വരച്ചിട്ടുണ്ട്, എന്നിട്ട് ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ ബി സി ഈക്വൽ ടു എ സി. ബി സി ഈക്വൽ ടു എ സി. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഇതിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് പറഞ്ഞ ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത്, എ സി ഡി ഇത് 100 ഡിഗ്രി. നമ്മോട് പറഞ്ഞിരിക്കുന്നത് 100 ഡിഗ്രി. നോക്ക്, ഈ രണ്ട് ആംഗിളും കൂടി ചേർന്നതാണ് ഇത്. രണ്ട് ആംഗിളും എന്താണ്? ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 100 ഡിഗ്രി. നോക്ക്, ഈ രണ്ട് സൈഡിന് ഓപ്പോസിറ്റ് ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 100. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു 100/2 എത്ര വരും? 50 ഡിഗ്രി. നമ്മോട് പറഞ്ഞ്
ABC. ABC എത്ര വരും? 50 ഡിഗ്രി. എത്ര വരുന്നത്? 50 ഡിഗ്രി. ഓക്കെ അല്ലേ? അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ദ ഗിവൺ ഫിഗർ ദ സൈഡ് ഓഫ് BC ഓഫ് എ ട്രയാങ്കിൾ ABC ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ബോത്ത് സൈഡ്സ്. ദെൻ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ABC. സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് വെർട്ടെക്സ് നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ 1 എന്ന് പറയുന്ന ആംഗിളും ഇവിടെ 2 എന്ന് പറയുന്ന ആംഗിളും ഉണ്ട്. അങ്ങനെയെങ്കിൽ ആംഗിൾ 1 പ്ലസ് 2, ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എത്രയെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം 3ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 180 ഡിഗ്രി. ഏതൊക്കെ? ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ എ. ഇത് ഞാൻ ആംഗിൾ എ എന്ന് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് ക്യാപിറ്റൽ ആകുമ്പോൾ ഞാനിതാ ക്യാപിറ്റൽ എ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 ഡിഗ്രി. നമുക്ക് ആംഗിൾ 1ന് എന്ത് എഴുതാം? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ 5 എഴുതിക്കൂടെ? കാരണം ഇതെന്ന് പറയുന്നത് ഈ 2 ആംഗിൾസിൻ്റെ സമ്മല്ലേ. അതുപോലെ തന്നെ ആംഗിൾ 2 എന്ന് പറയുന്നത്, ആംഗിൾ 2 എന്ന് പറയുന്നതിന് എന്ത് എഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ 6, ആംഗിൾ എ പ്ലസ് ആംഗിൾ 6. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്ന ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എത്രയെന്നാണ്. എത്ര വരും? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 തവണ ആംഗിൾ എ, 2 ടൈംസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുക കേട്ടോ. ആംഗിൾ എ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരിക? 180 അല്ലേ? ആംഗിൾ എ പ്ലസ് 180. റീസൺ എന്താ? 3ഉം കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടാനുള്ള റീസൺ എന്താ? അത് ട്രയാങ്കിളിനകത്ത് ആംഗിൾസ് ആണ്. അത് 3ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയേ വരുള്ളൂ? 180. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ എ പ്ലസ് 180. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ, ആംഗിൾ എ പ്ലസ് 180. ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത് ലൈൻസ് ആൻഡ് ആംഗിളിലെ ബേസിക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.